തിരുപാദപിടത്തിങ്കൽ കടന്നു വരുവാൻ അവിടുന്ന് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ കടന്നുപോയി ദൈവമേ സുഖമായ ഉറക്കം അവിടുന്ന് തന്നു. പ്രഭാതത്തിൽ കർത്താവെ അവിടുത്തെ തിരുമുഖം കണ്ട് എഴുന്നേൽക്കുവാനും ദൈവമേ ആലയത്തിൽ കടന്നു വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ ഇടപാടുകളിലെല്ലാം ദൈവിക സാന്നിധ്യം ഇരുന്നല്ലോ. ദൈവമേ സ്തോത്രം. കർത്താവെ അവിടുത്തെ പരിപാലനത്തിനായി അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവെ അവിടെ ഇവിടങ്ങളിലെല്ലാം ആയിരുന്നപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷ കർത്താവെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ നല്ല ഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൻ്റെ നിറവിൽ കർത്താവെ ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ചു മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കടന്നു വന്നതിനേക്കാളുപരി ആത്മിക ബലം ഏറ്റെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ ആരും വെറും കൈയോടെ മടങ്ങുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ കണ്ടെത്താവുന്ന കർത്താവെ സന്തോഷത്തിൻ്റെ പരിപൂർണതയെ അനുഭവിപ്പാൻ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരുമേശ ഞങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ, അതിൽ നിന്ന് കരം നീട്ടുവാൻ പ്രാഗൽഭ്യത്തോടെ കൈ നീട്ടുവാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു തരുന്നു. കർത്താവെ സകലമാനവും മഹത്വം അങ്ങ് മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് ചേർന്ന് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അനുഗ്രഹത്തിന് അധിപതിയെ ആനന്ദ കൃപാ പേരുന്നതിയെ ചേർന്ന് അമ്മയെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപാ പേരുന്നതിയെ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപാ പേരുന്നതിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം ഓ വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ നിന്നെ ഭയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ നിന്നെ ഭയം അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദ കൃപാ പേരുന്നതിയെ അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദ കൃപാ പേരുന്നതിയെ തന്നുയിരേ ഭാവികൾക്കാ തന്നവനാ നീനിയും തന്നുയിരേ ഭാവികൾക്കാ തന്നവനാ നീനിയും തള്ളിടുമോ ഏഴയനെ തീരുമോതിൽ സ്നേഹമെന്നിൽ തള്ളിടുമോ ഏഴയനെ തീരുമോതിൽ സ്നേഹമെന്നിൽ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപാ പേരുന്നതിയെ അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദ കൃപാ പേരുന്നതിയെ അവൻ തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല നാൽക്കിടങ്ങിൽ
അധിപതിയേ അനന്ത കൃപ തരുന്നതിയേ അനുഗ്രഹത്തിൽ അധിപതിയേ അനന്ത കൃപ തരുന്നതിയേ അവൻ മാറിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻതണലിൽ മാറിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻതണലിൽ മരണദിനോ വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻമാർവിടത്ത് മരണദിനോ വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻമാർവിടത്ത് അനുഗ്രഹത്തിൽ അധിപതിയേ അനന്ത കൃപ തരുന്നതിയേ അനുഗ്രഹത്തിൽ അധിപതിയേ അനന്ത കൃപ തരുന്നതിയേ വൻവിനകൾ വന്നിടുവിൽ വലരുകയിൽ ഹൃദയം വൻവിനകൾ വന്നിടുവിൽ വലരുകയിൽ ഹൃദയം വല്ലവൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലവൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൽ അധിപതിയേ അനന്ത കൃപ തരുന്നതിയേ അനുഗ്രഹത്തിൽ അധിപതിയേ അനന്ത കൃപ തരുന്നതിയേ അനുദിനം നീ പദം ഗതിയേ അടിയാനു നീ കൃപമതിയേ അനുദിനം നീ പദം ഗതിയേ അടിയാനു നീ കൃപമതിയേ അനുഗ്രഹത്തിൽ അധിപതിയേ Hallelujah. 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 Thank you, Jesus. Amen. Hallelujah. നമുക്ക് വീണ്ടും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് തലകളെ വണക്കി തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന്
പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിന്, വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, ആമേ സ്തോത്രം. കർത്താവ് വചനത്തിലൂടെ നമ്മോട് ഇടപെടേണ്ടതിന്, നമ്മെ ബലപ്പെടുത്തേണ്ടതിന്, ധൈര്യപ്പെടുത്തേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ സ്തോത്രം. കടന്നു വരുവാൻ അമ്മൻ ആഗ്രഹിച്ചിട്ടും കടന്നു വരുവാൻ കഴിയാതെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ, യാത്രയിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ. സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തേണ്ടതിന്, നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് അമ്മേ സ്തോത്രം. നമ്മെല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് അമ്മേ സ്തോത്രം. തിരുമേശയിൽ നിന്ന് കരം നീട്ടുവാൻ ഉള്ള പ്രാഗൽഭ്യം കർത്താവ് നമുക്ക് നൽകേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് സമർപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങളെ സംഗീത പിതാവേ, കർത്താവേ, എനിക്ക് സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ദുഷ്ടലോകത്തുനിന്നുകൊണ്ട് കർത്താവെ പ്രാവശ്യങ്ങളെ ഒന്നിച്ച് കർത്താവെ സ്തുതിപ്പാൻ, നിന്നെ ആരാധിപ്പാൻ, കർത്താവെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കി കൊണ്ടുവന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഉൽപ്പത്തി നോക്കുകയാണെങ്കിൽ കർത്താവെ ഒരിക്കലും മുമ്പ് വരാൻ യോഗ്യതയില്ലാത്ത ഞങ്ങളെ കർത്താവെ, യാതൊരു കാരണവശാലും നിൻ്റെ അടുത്തേക്ക് പോലും വരാൻ സാധ്യതയില്ലാത്ത ഞങ്ങളെ കർത്താവെ, ദുഷ്ടന്മാരും കള്ളന്മാരും കവർച്ചക്കാരും ഞങ്ങളെ കർത്താവെ, അതിക്രമക്കാരും ഞങ്ങളെ കർത്താവെ, ദൈവമേ കർത്താവെ, ഞങ്ങൾ ദൂരസ്ഥരായിരുന്നു ഞങ്ങളെ കർത്താവെ സ്തോത്രം. നീ ഞങ്ങളെ തേടി വന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തേടി വന്ന് കർത്താവെ ഞങ്ങളെ മനസ്സിൽ വെച്ച് ഞങ്ങളെ കണ്ടുമുട്ടിയതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. ഞങ്ങൾ നിന്നെ കണ്ടതല്ല കർത്താവെ, നീ ഞങ്ങളെ കണ്ടു. ഞങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നീ ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇത്രമേ ഞങ്ങളെ സ്നേഹിപ്പാൻ ചില മക്കൾ എന്ത് കണ്ടു കർത്താവെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ മുറ്റുമാണിക്കല് ഞങ്ങൾ സഹായിപ്പിക്കുകയാണ് കർത്താവെ. പിതാവെ, പലരായി ഞങ്ങളെ ഒന്നിച്ച് കർത്താവ് മേശയ്ക്ക് ചുറ്റും കർത്താവെ ഞങ്ങളെ കൊണ്ടുകൊണ്ടുവന്നതോർത്ത് നിന്റെ മഹാസ്നേഹത്തെയോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. ആ കാൽവരി കൂടെ നിന്റെ സ്നേഹത്തെ ഞങ്ങൾ വെളിപ്പെടുത്തി തന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ പിതാവേ, ഞങ്ങൾ പലരായി ഞങ്ങളെ ഒരു അപ്പൻ്റെ മക്കളാക്കി തീർത്ത് കർത്താവെ. കർത്താവെ, ശരീരത്തോട് ഞങ്ങളെ ചേർത്ത് കർത്താവെ സ്തോത്രം. കർത്താവെ, നിന്നെ ഞങ്ങൾ ആക്കിയതോർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, ഉറപ്പുള്ള പാറമേ ഞങ്ങൾ നിർത്തിയതോർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ താണ ചെളിക്കുഴിലായിരുന്നു കർത്താവെ, എന്നാൽ അവിടെ നിന്ന് ഞങ്ങളെ കർത്താവെ കരറ്റി നീ ഇറങ്ങി വന്ന് ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തി കർത്താവെ സ്തോത്രം. ഉറപ്പുള്ള പാറമേൽ നിർത്തിയതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, കർത്താവെ, പാടുവാനുള്ള പുതിയ പാടുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയതോർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചെവി തുറന്നതോർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, എൻ്റെ കണ്ണെ തുറന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഇത്ര വലിയ മഹാൻ പിതാവെ, നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യൻ. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ പിതാവെ, ദൈവമേ കൂടി വന്ന ഓരോ സഹോദരന്മാരും സൗകര്യമോർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. വരാൻ കർത്താവെ ദൈവമേ ആഗ്രഹിക്കുന്നതിനോർത്ത് പ്രാർത്ഥിക്കുന്നു, വരാൻ സാധിക്കാതിരിക്കുന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ എവിടെയായിരുന്നു അതിൻ്റെ ഉള്ളം കൈ താങ്ങുന്നു. കർത്താവെ, നൂതന്മാരാളെ കാവലാക്കുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ പിതാവെ സ്തോത്രം. നിന്റെ മഹാസ്നേഹത്തെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, മാവിൽ നിറഞ്ഞാരാധിപ്പാൻ പിതാവെ ഓരോരുത്തരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പിതാവെ സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തോട് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, പാടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ ബലപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാസിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വലിയ ദൈവം നല്ലൊരു ദൂത് ഞങ്ങൾ കേൾക്കുവാൻ. കർത്താവെ, നീ കൊടുക്കുന്നത് മാത്രം സംസാരിപ്പാൻ പിതാവെ നീ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം വചനം കേൾക്കുന്നത് മാത്രമല്ല കർത്താവെ, കർത്താവെ ഞങ്ങൾ ആത്മാവിൽ വളർന്നു കർത്താവെ, പ്രത്യാശ വർദ്ധിച്ചുകൊണ്ട്, സ്നേഹം വർദ്ധിച്ചുകൊണ്ട് കർത്താവെ സ്തോത്രം. ദൈവമേ, ഞങ്ങൾ പ്രത്യാശ വർദ്ധിച്ചുകൊണ്ട് ആരിപ്പാൻ ഓരോരുത്തരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. നിന്റെ മഹാകൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യം കേൾക്കുവാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തീമേശം കൊണ്ടല്ലോ മക്കൾ ഉണ്ടല്ലോ കർത്താവെ, ദൈവമേ ഭാഗ്യത്തോടെ അതിൽ കൈ നീട്ടുവാൻ കർത്താവെ, ദൈവമേ താൻ ശോധന ചെയ്തുകൊണ്ട് കർത്താവെ ഞാൻ അതിൽ കൈ നീട്ടുവാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഇത് കാരണം ആര് രോഗികളാ തീരുവാനോ ആര് ഇത്ര കൊള്ളുവാനോ കർത്താവെ നീടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ ഓർക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 126 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 126 അതിൻ്റെ അവസാനത്തെ വാക്യം 6 വാക്യം ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. 126 സങ്കീർത്തനം.
എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 126 സങ്കീർത്തനം, സാംസ് നമ്പർ 126. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരല്പസമയം നമ്മുടെ ആദരങ്ങളെ തുറന്ന് കർത്താവിന് ഒന്ന് മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കിയ കർത്താവിൻ്റെ കൃപകൾക്കായി അവിടുത്തെ ദയ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. അമേൻ അധരങ്ങൾ തുറന്ന് ഹല്ലേലൂയ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ നമ്മുടെ വായി പ്രസ്താവിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിനോടുള്ള നന്ദിയാൽ നമ്മുടെ ഹൃദയം ഒന്ന് നിറഞ്ഞു കവിയട്ടെ. അമേൻ. എത്രയെത്ര അനർത്ഥങ്ങൾ നാം കണ്ടവരാ. ഈ അനർത്ഥങ്ങളിലൊന്നും പെട്ടുപോകാതെ വണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിപാലനവും കാവലും സ്തോത്രം നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ട് ഹല്ലേലൂയ. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ ഒരു ദിവസവും കൂടെ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് കർത്താവിൻ്റെ കൃപകൾക്കായി നമുക്ക് നൽകിയ ആരോഗ്യത്തെ ഓർത്തുകൊണ്ട്, നമുക്ക് നൽകിയ ബലത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം അവിടുത്തെ കൃപയെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഒരല്പസമയം അധരങ്ങളെ തുറന്നൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരബരബല ഹൗഡബരഗടഗടക ശംബബാരഗരഗധ്വരാജകൾ കൗഡാരഗമഹധ്വരാജക ആമേ. ലോകത്തിൽ ഒരു മനുഷ്യനും നൽകി തരുവാൻ കഴിയാത്ത വീണ്ടെടുപ്പിന്റെ വില സ്തോത്രം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകി തന്നതുകൊണ്ട് അവിടുത്തെ രക്തത്തിന്റെ വിലയെ, ആ പുണ്യാഹ രക്തത്തിന്റെ വിലയെ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ വിലയെ തിരിച്ചറിയുന്ന ദൈവമക്കള് സ്തോത്രം ആ വീണ്ടെടുപ്പിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരു യോഗ്യതയും ാതിരുന്ന നമ്മെ സ്തോത്ര പാപത്താലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവിടുന്ന് രക്തത്താൽ വീണ്ടെടുത്തതോർത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, കൃപാസനത്തോടടുത്ത് വരുവാൻ യോഗ്യത നമുക്ക് നൽകി തന്നതോർത്ത് യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് അവിടുന്ന് നമുക്ക് പകർന്നു നൽകിയ ആ വലിയ കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാമോ കർത്താവേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം, കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് മാത്രം മതി. കർത്താവേ അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനാ, അവിടുന്ന് പുകഴ്ചയ്ക്ക് യോഗ്യനാ. ആമേൻ. സ്തോത്രം. അവിടുത്തെ കൃപയാ ഞങ്ങളെ നടത്തുന്നത്, അവിടുത്തെ ദയ ഞങ്ങളെ പരിപാലിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അങ്ങ് മതി കർത്താവേ. നമുക്ക് ചേർന്ന് സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞ് കാണുന്ന യേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ മാത്രം യോഗ്യൻ യേശുവേ. ചേർന്ന് നമ്മെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വം കരയറ്റാം.
ശക്തിയും കാവിഞ്ഞിടട്ടെ. ആമേ. നമുക്കൊരു ഗാനവും കൂടെ ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാൻ, അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടുന്ന. സ്തോത്രം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ആമേൻ. പകരുന്ന
തുണയെനിക്ക് യേശുവേ ഉറവിനിയുള്ളതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ വനമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലവൻ കാത്തിടുമേ വനമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലവൻ കാത്തിടുമേ തുണയെനിക്ക് യേശുവേ ഉറവിനിയുള്ളതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണയെനിക്ക് യേശുവേ ഉറവിനിയുള്ളതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ എന്റെ കണികളിലും പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ പകലിന്റെ കണികളിലും പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ തുണയെനിക്ക് യേശുവേ ഉറവിനിയുള്ളതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ വനമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലവൻ കാത്തിടുമേ വനമിടമായിരങ്ങൾ വലിയവർ വീണാലും ആത്മശക്തിയോടെ നിന്നെ വല്ലവൻ കാത്തിടുമേ തുണയെനിക്ക് യേശുവേ ഉറവിനിയുള്ളതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണയെനിക്ക് യേശുവേ ഉറവിനിയുള്ളതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയെനിക്ക് യേശുവേ ഉറവിനിയുള്ളതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയെനിക്ക് യേശുവേ ഉറവിനിയുള്ളതാ
കർത്താവിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കരവശം ധരാധിക ബഹൽക്കരാധിക ബഹുഡാര കനകടകശമബ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുകയാണ്, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. അമ്മേ, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഒരു കർത്താവേ, അവിടുത്തെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്ന നാഥ, തുടർന്നുള്ള ചില നിമിഷങ്ങളിലും അങ്ങയുടെ സന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ ഭയത്തോടെ ഭക്തിയോടെ സാന്നിധ്യബോധത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരിക്കാമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു ദിവസവും കൂടെ ശേഷിപ്പിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുകയാണ്. ആമേൻ. നമ്മെ ഓരോരുത്തരെയും കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളിലും അവിടെവിടങ്ങളിലായി ഭദ്രമായി പരിപാലിക്കുകയും കരുതുകയും ചെയ്ത കർത്താവിൻ്റെ കൃപകൾക്കായി, കരുണയ്ക്കായി, ദയയ്ക്കായി ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ഒരുപോലെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മുടെ എന്തെങ്കിലും വിധത്തിലുള്ള നമ്മുടെ സാഹചര്യങ്ങളല്ല, കർത്താവിൻ്റെ കരുതൽ മാത്രമാണ് ഓരോ ദിവസവും അത്ഭുതകരമായി മരുഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ പ്രഭാതത്തിലെ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ പാഷനേജിൽ, പ്രത്യേകിച്ച് +1, +2 കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളും ആമേൻ ഒരുമിച്ച് നമ്മളൊരു പവർ മീറ്റിംഗ് ആയിട്ട് ക്രമീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും, ഏകദേശം ആമേൻ 4-ലധികം കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനും അവർ കഴിഞ്ഞ വൈകിട്ടത്തെ, വെള്ളിയാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിൽ സാക്ഷ്യം പ്രസ്താവിപ്പാനും ഇടയായി തീർന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ പാട്ടുപാടാനായിട്ടുള്ള പ്രിയപ്പെട്ടവർ അന്നവിടെ ഒരുങ്ങി വന്നിരുന്നുവെങ്കിൽ തന്നെയും സ്തോത്രം, പാട്ടുകളൊന്നും പ്രത്യേകിച്ച് പാടിയില്ല.
അവന് ഏറ്റവും അവസാനം മാത്രമാണ് ഒരു പാട്ട് പാടുവാനിട്ടിടയായി തീർന്നത്. ഇൻട്രഡക്ഷൻ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ശക്തമായി ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാനിടയായി. ഏകദേശം 10 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് 12:30 കഴിയുന്നത് വരെ നീണ്ടുപോകുവാനായിട്ടിടയായി. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മദാഹത്തോടെ ആമേൻ ആത്മാഭിഷേകം പ്രാപിക്കേണ്ടതിന് ആമേൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്ന. കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ, അടുത്ത ദിവസങ്ങളിലും വീണ്ടും അതുപോലെയുള്ള മീറ്റിങ്ങുകൾ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ആമേൻ പ്രത്യേകിച്ച് പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ആമേൻ അതിനുവേണ്ടി വിടുവാൻ ആമേൻ ഉത്സാഹിക്കുക. അവർ കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളട്ടെ, അഭിഷേകം പ്രാപിച്ച് സ്തോത്രം ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ നിയന്ത്രണത്തിൽ മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഇടയാക്കട്ടെ. ആമേൻ, അന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങളെയെല്ലാം പ്രത്യേകാൽ സ്തോത്രം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവം നിങ്ങളെ ധാരാളം ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ, ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. തുടർന്നുള്ള സമയങ്ങൾ ഞാൻ ഈ 126 സങ്കീർത്തനത്തിൽ നിന്ന് തന്നെയാണ് ദൈവവചനം സൂക്ഷിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മെ തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ എഴുന്നേറ്റ് നിന്ന് അവർ പഠിച്ച വാക്യം പറയും. All children can stand together and they will recite the Bible verse. Benita Biju will come forward and will lead the session. Praise the Lord. Romans 8 verse 38 and 39. For I am convinced that neither death nor life, neither angels nor demons, neither the present nor the past, neither any powers, neither height nor depth, nor anything in all creation can separate us from the love of God that is in Christ Jesus our Lord. Amen, amen. സ്തോത്രം. ആമേൻ. ഷൗട്ട് ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്ന് അവർ വാക്യം പറഞ്ഞതൊക്കെ നാം കേട്ടല്ലോ. സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങളെ ഇതുവരെ പരിപാലിച്ചു. തുടർന്നു ദൈവിക പരിപാലനം കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് അവരെ സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ ദൈവസന്നിധിയിലെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവമേ, ദൈവം അവരെ പരിപാലിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവർ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം ദൈവത്തിൻ്റെ കരുതൽ കാവൽ കുഞ്ഞുങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പഠിക്കുവാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ബുദ്ധിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ദൈവമേ സ്തോത്രം അവർക്ക് നല്ലതുപോലെ പഠിക്കുവാൻ അവരെ വീണ്ടും സഹായിക്കുമാറാകണമേ. ആത്മാവിൽ നിറഞ്ഞ് കർത്താവെ ആത്മനിയോഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നവരായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്താൽ അവർ മാനിക്കപ്പെടട്ടെ. മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പ്രസ്താവിക്കാൻ. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ. കർത്താവിന് സ്തോത്രം. ദൈവനാഥന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ വേർതിച്ച നാളുകൾ ഇന്ന് വരെയും നമുക്ക് നല്ലവനായിരുന്നു. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും മതിയാനായിരുന്നു.
കഴിഞ്ഞ 13 ഞങ്ങളെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് 19 വർഷം കംപ്ലീറ്റ് ആവാൻ ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളെ ഈ ഒമാൻ പ്രദേശത്ത് അവർ വിദ്യാഭ്യാസ രംഗങ്ങളിലും ആരോഗ്യപരമായ ദൈവം ഞങ്ങളെ അതുവരെ വലിച്ചു. ദൈവഹിതമായാൽ 22 ഞാൻ ഇപ്പോഴത്തെ എംപ്ലോയർ ചേഞ്ച് ചെയ്യുകയാണ്. പുതിയൊരു സ്റ്റാർട്ടപ്പിലേക്ക് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നു. എക്സിസ്റ്റിംഗ് എംപ്ലോയറിൻ്റെ അടുത്തുനിന്ന് കുറച്ച് അരിയേഴ്സൊക്കെ കിട്ടാനുണ്ട്. ദൈവം സമയത്ത് എല്ലാം നല്ലതായി ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സഭയെ നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ. ആമേൻ. സ്തോത്രം. Praise the Lord. I praise and thank the Lord for giving this wonderful opportunity God has given me to stand here and testify His holy name. God was good to me this past days and weeks. He was keeping us safe and sound all through the trials and tribulations. I have a small prayer request. Next week I'm traveling to Kerala for a small vacation. Please do keep me in your prayers. Thank you. ആമേൻ. സ്തോത്രം. സ്തോത്രം. നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ആദർശ് ബ്രദറിനെ കുടുംബമായി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ജോലി സംബന്ധമായി പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വിഷയങ്ങൾ നാം ശ്രദ്ധിച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രിയ ആദർശ് ബ്രദറിനെ കുടുംബമായി ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ സഹായം വീണ്ടും കൂടെ ഇരിക്കേണ്ടതിന്, അമ്മയും ജോലി കാര്യങ്ങളിലെല്ലാം ദൈവിക കരുണ കൂടെ ഇരിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ഡെന്നി ബ്രദറിനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സഹായം കൂടി ഇരിക്കേണ്ടതിന്. അമേൻ. സ്തോത്രം. പ്രത്യേകിച്ച് പറഞ്ഞ പ്രയർ ക്വസ്റ്റ്യൻ കേട്ടല്ലോ. അമേൻ. കർത്താവിൻ്റെ ആ ഫാമിലിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സഹായവും കരുതലുമെല്ലാം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ ചില വിഷയങ്ങളും കൂടെ ചേർത്ത് അമേൻ. സ്തോത്രം പറയട്ടെ. നമ്മുടെ പ്രിൻസിലച്ചായൻ്റെ മദറിൻലോ കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ടു. ആ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഫ്യൂണറൽ നടക്കുന്നു. ഭവനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സജു വർഗീസ് ബ്രദറിൻ്റെ മദറിൻലോയും കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. ശനിയാഴ്ച പകൽ ഫ്യൂണറൽ നടക്കുന്നു. അമേൻ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ആ ഭവനത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലായിരിക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ പ്രിയ ജോസ് വർഗീസ് അച്ചായൻ്റെ മാതാവ് ഒരു സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലായിരിക്കുന്നു. പ്രത്യേക ദൈവസഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോൺസ് കെ എബ്രഹാം, അദ്ദേഹത്തിൻ്റെ ഫാദറിൻലോയെ സൗഖ്യമില്ലാതെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിലേക്ക് കടന്നുപോയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവരെയൊക്കെ ബലം പകരേണ്ടതിന്, സൗഖ്യം പകരേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മനോജ് പി വർഗീസ് ബ്രദറിൻ്റെ പിതാവ് ആശുപത്രിയിലായിരിക്കുന്നു. നമ്മെ സ്വർഗത്തിലെ ദൈവം പൂർണ്ണ സൗഖ്യവും ബലവും നൽകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെയും ആദർശ് ബ്രദറിനെയും പ്രിയ ഡെന്നി ബ്രദറിനെ പ്രിയപ്പെട്ടവർ പറഞ്ഞ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അങ്ങ് സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു കർത്താവേ. പ്രഭാതത്തിലെ ദിവസത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒന്ന് കൃപയ്ക്കാട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായിത്തീരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയോടെ ദിവസത്തിൽ കടന്നു വരുവാനിടയായല്ലോ. പാടി അങ്ങ് സ്തുതിപ്പാൻ കർത്താവ് കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം തന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദിവസത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിടുതലായിത്തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ കർത്താവ് എൻ്റെ ദിവസത്തിൽ നിൽപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അവരെ ഇന്ന് അനുഗ്രഹിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേക സാക്ഷ്യം പറഞ്ഞ ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ പേരുപേരായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ദിവസനെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വർഷങ്ങൾ ഈ പട്ടണത്തിൽ കർത്താവ് അവരെ നീ മാനിച്ചു പരിപാലിച്ചു കൊടുത്ത എല്ലാ നന്മകൾക്കും കർത്താവ് അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായിട്ട് അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവ് ജോലിയുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചേഞ്ച് ആഗ്രഹിക്കുന്നല്ലോ. വലിയ അനുഗ്രഹം പകരണമേ കർത്താവേ. അവിടുത്തെ വഴികൾ ഹല്ലേലൂയ യഹോവയ്ക്ക് ഉള്ളതാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് അത്ഭുതമായ തരത്തിൽ ആ കുടുംബത്തെ നീ മാനിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അവിടെ എല്ലാ ആവശ്യങ്ങളും നീ അറിയുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഡെന്നി പറഞ്ഞ ദൈവത്തിൻ്റെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പം എന്നെ സഹായിക്കണമേ. കുടുംബമായിട്ട് പട്ടണത്തിൽ കഴിഞ്ഞ നാൾ കർത്താവേ നീ നടത്തി പരിപാലിച്ച അവിടുത്തെ എല്ലാ ദൈക്കായിട്ട് വിശ്വസതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ
സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകാൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ കൃപയിൽ സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ദൈവസംഘങ്ങളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബമായിട്ട് നീ മാനിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകാല ഹല്ലേലൂയ വേർപാടിൽ ബന്ധ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ കുടുംബങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിൻസിപ്പലിനെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രിയ മാതാവിന്റെ വേർപാട് ബന്ധത്തിൽ കർത്താവേ ദുഃഖത്തിലായിരിക്കുന്നു കർത്താവേ. അവിടുത്തെ പ്രത്യാശാല് അവരെ നിറയ്ക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഷാജി ബ്രദറിന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ മാതാവിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ട കുടുംബങ്ങൾ നാട്ടിലായിരിക്കുന്നല്ലോ കർത്താവേ. ദിവസം കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഹല്ലേലൂയ ചെയ്തെടുപ്പാൻ കർത്താവ് സഹായിക്കണമേ കർത്താവേ. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി കൊടുക്കണമേ. അനേക പ്രിയപ്പെട്ടവർ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ യാത്രയിൽ ഇവിടുത്തെ സ്ഥാനത്തിന് മറവിൽ നീ മറക്കണമേ വലിയ കർത്താവേ. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ആ കുടുംബത്തെ നിന്ന് നിറയ്ക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേക ജോസ് ബ്രദർ കുടുംബമായിട്ട് നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. അവിടുന്ന് അവനോട് കർത്താവ് നീ മനസ്സലിയണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. മനോജറിന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരും കർത്താവേ ശാരീരികമായിട്ട് ഭാരപ്പെടുന്നു കർത്താവേ. ഞങ്ങളുടെ അസ്ഥിയും മാംസവുമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവ ദിവസങ്ങളിൽ നീ മനസ്സലിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവസഭയിലുള്ള ഇന്ന് പൽക്കാലം ദൈവസഭയിലായിരിക്കുന്ന കടന്നു വന്ന നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പേരായിട്ട് കുടുംബങ്ങളായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതിലും പ്രയാസം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നീ അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. ഞങ്ങളുടെ രോഗം മാറി, ഞങ്ങളുടെ ക്ഷീണം മാറി ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിച്ച് ബലപ്പെട്ട് കടന്നു പോകാൻ സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിന്റെ പകർച്ച ഞങ്ങളുടെ മേൽ നീ അയച്ചിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നീ അയച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭ ഉണരുവാൻ അത്ഭുതം നടപ്പാൻ എൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ നീ മുഖാന്തരമാക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം നടക്കുന്ന ഞങ്ങളുടെ തമിഴ് മീറ്റിംഗിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹിന്ദി ബംഗ്ലാ മീറ്റിംഗിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് നടക്കുന്ന ആരാധന ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പസമയം അവിടുത്തെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറക്കണമേ. ദൈവദാസങ്ങളുടെ കർത്താവേ ആവശ്യമായ സ്വർഗീയ ദൂത് ഇന്ന് പകൽക്കാലങ്ങൾ നൽകി തരണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ അനുഗ്രഹം പകരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഓരോ വിഷയങ്ങളുടെ മേലും അവിടുത്തെ കൃപ പകരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. മഹത്വം സ്തുതിക്കുന്നു. സകലവും ചും വെച്ച യേശുവിന്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ആമേൻ. നമ്മുടെ മീറ്റിങ്ങിൽ പുതിയതായിട്ട് ഇന്ന് ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടോ? നമ്മുടെ മീറ്റിങ്ങിൽ ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ മീറ്റിങ്ങിന് സംബന്ധിക്കുന്നത് എന്നുള്ളവർ ആരുമില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ കൗൺസിലുള്ള പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ഞങ്ങൾ ബർക്കേൽ നമ്മുടെ സഭയിലേക്ക് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 4 പ്രിയപ്പെട്ടവർ അവരെ സ്നാനപ്പെടുന്നുണ്ട്. പ്രത്യേകാൽ ദൈവമക്കൾ ആ ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. നാം വായിച്ച സങ്കീർത്തനം 126 സങ്കീർത്തനമാണ്. ഇതിൻ്റെ ഈ സങ്കീർത്തനത്തിലെ പ്രധാന പദം എന്ന് പറയുന്നത് മടക്കി വരുത്തുക എന്നുള്ളതാണ്. മടക്കി വരുത്തുന്ന ദൈവം. അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ. അതിൻ്റെ അർത്ഥം മടക്കി വരുത്തുന്ന ദൈവം. അതിൻ്റെ 4-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട്, യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. അപ്പം മടക്കി വരുത്തുന്ന ദൈവം. ഒരു കാലത്ത് മടക്കി വരുത്തിയ ദൈവം ഇനി മടക്കി വരുത്താൻ മതിയായവനാണ് എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതലായ തത്വം എന്ന് പറയുന്നത്. ഇത് ഇസ്രായേലിൻ്റെ ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി വരവിനെ അനുസ്മരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനമെന്ന എൻ്റെ സ്തോത്രം വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന ജനം ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്തിയ ഒരു ആരോഹണ ഗീതവും കൂടെയാണ് ഈ 126 സങ്കീർത്തനം എന്ന് പറയുന്നത്. സ്തോത്രം. ഇതിനെ
ആമേൻ നമ്മുടെ ആത്മീക ഭാഷയിലേക്ക് ആമേൻ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ സ്തോത്രം ഈ സങ്കീർത്തനം എടുത്താൽ പുതിയ യെരൂശലേമിലേക്കുള്ള ആരോഹണ ഗീതമാണ് ഈ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും തെറ്റില്ലാത്ത ഒരു നല്ല മനോഹരമായ സ്തോത്രം ജനത്തെ എക്കാലത്തും ഏറെ സന്തോഷിപ്പിക്കുന്ന പ്രചോദനം നൽകുന്ന കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് സ്തോത്രം ദൈവം മടക്കി വരുത്തുവാൻ മതിയായവനാണെന്നും വിഷയങ്ങളുടെ മധ്യേ പ്രവർത്തിക്കുവാൻ മതിയായവനാണെന്നും നമ്മെ അനുദിനം അത്ഭുതകരമായി അതിശയകരമായി നടത്തുവാൻ മതിയായ കർത്താവാണെന്നും വിളിച്ചു പറയുന്ന വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ 126 സങ്കീർത്തനം. ഇതിൻ്റെ 1-2 വാക്യങ്ങൾ മടങ്ങി വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇതിൻ്റെ 3-ാം വാക്യം ഒരു ഗീതമായി രേഖപ്പെടുത്തിയിരിക്കുകയും അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. 4-ാമത്തെ വാക്യം നാം ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയാണ്. 5-ാമത്തെ 6-ാമത്തെ വാക്യങ്ങൾ ഒരു വാഗ്ദത്തമായി നിലകൊള്ളുകയാണ്. ഇങ്ങനെയാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് തിരിക്കുവാനായിട്ട് കഴിയുന്നത്. 70 വർഷത്തെ സ്തോത്ര ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന ജനം അവർ ചിന്തിക്കുന്നത് ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ സ്തോത്രം ഒരൊറ്റ നിമിഷം കൊണ്ട് ആമേൻ ബാബിലോൺ സാമ്രാജ്യം തകർന്നു വീഴുകയും ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്നു വീഴുകയും സ്തോത്രം മേദിയ പാർഷ്യ സാമ്രാജ്യം ഉടലെടുക്കുന്നതോടുകൂടി അവർക്ക് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുവാനുള്ള ഒരു സാഹചര്യം ലഭിക്കുകയും ചെയ്യുകയാണ്. 3 ഘട്ടമായിട്ടാണ് ഈ ജനം മടങ്ങി വരുന്നത്. ഇതിലെ ആദ്യത്തെ ഘട്ടം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ 50,000-ലധികം വരുന്ന 20 ലക്ഷത്തിലധികം വരുന്ന ജനം പ്രവാസത്തിൽ കടക്കുമ്പോൾ അതിൽ 50,000-ലധികം വരുന്ന ജനം ആദ്യഘട്ടത്തിൽ മടങ്ങി വരികയാണ്. ഇതാണ് ആദ്യ ഭാഗം ഓർപ്പിക്കുന്നത്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. സ്തോത്രം. ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരവില്ല എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ, ഒരിക്കലും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് സാഹചര്യങ്ങളെ മാറ്റി എഴുതുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണം വ്യക്തമായി 30-31 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് സാഹചര്യങ്ങൾ മാറ്റിമറിച്ചപ്പോൾ സ്തോത്രം ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുക, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയട്ടെ, ദൈവ പ്രവർത്തിക്ക് സ്തോത്രം അധിക സമയമൊന്നും വേണ്ട. ആമേൻ. സ്തോത്രം. ഏത് സാഹചര്യത്തിൽ നിന്നോ സ്തോത്രം മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം നമ്മെ സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ വ്യക്തമായിട്ട് പറയട്ടെ, സ്വപ്നം കാണുന്നത് പോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യ വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത് വ്യക്തമായി തിരിച്ചറിയുന്ന സ്തോത്രം സിയോൻ പ്രവാസികൾ, സ്വന്തം ഇസ്രായേൽ മക്കൾ വളരെ വ്യക്തമായിട്ട് പറയുക, അതെ ഞങ്ങൾ ഒരു കാലത്ത് പ്രവാസത്തിലായിരുന്നു, ഒരിക്കലും മടങ്ങി വരുമെന്നൊരു ചിന്ത ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ സ്വന്തം സ്വർഗത്തിലെ ദൈവം ഒരു നിമിഷം കൊണ്ട് സാഹചര്യങ്ങൾ മാറ്റിമറിച്ചപ്പോൾ, സാഹചര്യങ്ങൾക്ക് വ്യതിയാനം വരുത്തിയപ്പോൾ, സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിലും ഇന്ന് പകൽക്കാലവും പറയാം, സ്തോത്രം, ചില വിഷയങ്ങളുടെ മധ്യേ സ്വപ്നം കാണത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി സ്തോത്രം നമുക്ക് വ്യക്തമായിട്ടറിയാം. എല്ലാ കാര്യങ്ങളും എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കണമെന്നില്ല, നിറവേറണമെന്നില്ല. എന്നാൽ പ്രത്യേകമായി ചില സാഹചര്യങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവമായി പ്രവർത്തിക്കുമ്പോൾ സ്തോത്രം സ്വപ്നം കാണുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാ സ്തോത്രം ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്തോത്രം ഈ ഇസ്രായേൽ മക്കൾ ഏറ്റെടുത്തതുപോലെ ദൈവികാലോചന ഏറ്റെടുക്കാനായിട്ട് സാധിക്കും? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ സ്തോത്രം അത് സ്വപ്നം കാണുന്ന തലത്തിലേക്ക് മാറ്റുവാൻ കർത്താവ് മതിയായവന്. സ്തോത്രം. അതിൻ്റെ അർത്ഥം ഒന്നും കൂടെ വ്യക്തമാക്കാം, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ മതിയായ ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മെ സമർപ്പിച്ചു കൊടുക്കുന്നത്. ആമേൻ.
ഇസ്രായേൽ മക്കൾ 400-ലധികം സംവത്സരം സ്തോത്രം മിസ്രൈമിൻ്റെ അടിമത്വത്തിലായിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ സ്തോത്രം അവർ ഒരുപക്ഷെ ചിന്തിച്ച് കാണും, മിസ്രൈമിൽ കടന്ന് നിലവിളിക്കുമ്പോഴും മിസ്രൈമിൽ കടന്ന് കഷ്ടത അനുഭവിക്കുമ്പോഴും ഇനി മുന്നോട്ടൊരു ജീവിതം ഞങ്ങൾക്കില്ല. ഞങ്ങൾ സ്തോത്രം ഈ അടിമത്വത്തിൽ മിസ്രൈമിൽ ഞങ്ങൾ ഒടുങ്ങിത്തീരും എന്ന് ചിന്തിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, സ്തോത്രം, ഒരുവനെ കൃത്യസമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, സ്തോത്രം, പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ തക്കവണ്ണം ശക്തനായൊരു ദൈവത്തിൻ്റെ കാര്യം സ്തോത്രം അന്ന് ഇസ്രായേൽ മക്കളോട് കൂടെ ഇരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലവും പറയട്ടെ, എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ, സ്തോത്രം, കനാൻ നാട്ടിൽ എത്തിക്കുവാൻ, സ്തോത്രം, അവർ ചിന്തിച്ചിട്ടില്ലാത്തവരിടത്ത് എത്തിക്കുവാൻ, വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം പൂർത്തീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവര് ഒരു നിമിഷം ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞാട്ടെ, അതെ സ്തോത്രം, എൻ്റെ അവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ എന്ന് പകലും ആ കർത്താവ് മതിയായവന്. സ്തോത്രം. ഈ 1-ാം വാക്യത്തില് സ്തോത്രം അടിമത്വം എന്ന് പറയുന്നത് ഉഗ്രമാണെങ്കിൽ അതിൽ നിന്നുള്ളൊരു വിടുതൽ എന്ന് പറയുന്നത് ഗംഭീരമാണ്. കാരണം പ്രവൃത്തി ഇന്നലെ രാത്രിയിലും കർത്താവിൻ്റെ ദാസനിലൂടെ ദാനിയേലിലുള്ള ബന്ധത്തിൽ സ്തോത്രം ഒരു ദൈവിക വിടുതൽ, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് സ്തോത്രം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയട്ടെ, സ്തോത്രം, ഒരു അടിമത്വം എന്ന് പറയുന്നത് വളരെ ഉഗ്രമായ നിമിഷങ്ങളാണെങ്കിൽ, കണ്ണുനീരിൻ്റെ സാഹചര്യങ്ങളാണെങ്കിൽ, കഷ്ടതയുടെ നെടുവീർപ്പിൻ്റെ സാഹചര്യങ്ങളാണെങ്കിൽ, അതിൽ നിന്നുള്ളൊരു വിടുതൽ എന്ന് പറയുന്നത് സ്തോത്രം നാം ചിന്തിക്കുന്നതിനപ്പുറമാ. അത് ഗംഭീരമായൊരു വിടുതലായിരിക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേല സ്തോത്രം ആ അത്ഭുതത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. സ്തോത്രം, മാർത്തയും മറിയയും ഒന്നും കർത്താവിൽ വിശ്വസിക്കുവാൻ, പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയാതെ പോയത് അവർ പഠിച്ചു വെച്ച പുനരുദ്ധാനം മാത്രം വിശ്വസിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് അല്ലേ. എന്നാൽ കർത്താവ് പറയുക, നീ വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലമോ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് ദർശിപ്പാനായിട്ട് ഇടയായി തീരും. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, ഇന്ന് എത്ര പേര് വിശ്വസിക്കാനായിട്ട് കഴിയും എൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളെ മാറ്റിമറിക്കുവാൻ? സ്വത്രം, ഞാൻ ഈ അനുഭവ പ്രയാണത്തിലായിരിക്കുമ്പോൾ സ്വത്രം സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരിക മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ, എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ, എൻ്റെ കുടുംബത്തിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്നോ അത് നിവർത്തീകരിപ്പാൻ അവിടുന്ന് മതിയായവനാണെന്നോ വിശ്വസിക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ മാത്രം ആ കർത്താവിനൊന്ന് കരങ്ങളെ അടിച്ചൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം, ആ വാഗ്ദത്തത്തെ ഞങ്ങൾ വിശ്വസിക്കുകയാ. സ്വാതന്ത്ര്യം വരുത്തുക മാത്രമല്ല, സ്വപ്ന സാക്ഷാത്കരണം പോലെ ദൈവ പ്രവൃത്തി എൻ്റെ ജീവിതത്തില്, എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളില്, എൻ്റെ ജോലി മേഖലകളില് സ്തോത്രം നിറവേറ്റുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇനി മറ്റൊരു കാര്യം കൂടെ പ്രിയപ്പെട്ടു ശ്രദ്ധിക്കണം. ഇവിടെ 1-ാമത്തെ ഭാഗമാണ് 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തി എന്നുള്ളതാണ്. മടക്കി വരുത്തി, സ്തോത്രം, അത് കഴിഞ്ഞുപോയ ഒരു സംഭവമാണ്. പാസ്റ്റ് ടെൻസാ, കഴിഞ്ഞുപോയ ഒരു സംഭവമാണ്. മടക്കി വരുത്തുന്ന, സ്തോത്രം, മടക്കി വരുത്തിയ കർത്താവ്. ഇന്നിപ്പോൾ ഇത് ഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നും എനിക്കറിയാം ദൈവസന്നിധിയിൽ വിവിധ വിഷയങ്ങൾ വെച്ചുകൊണ്ട് നെടുമ്പാട് വീഴുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഇരിപ്പുണ്ട്. ആ പ്രിയപ്പെട്ടവരോട് സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിൽ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം, ഹല്ലേലൂയ, കഴിഞ്ഞ വർഷങ്ങളിൽ
ഇതുപോലെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണിട്ടുള്ള സാഹചര്യങ്ങളില്ലേ? കരഞ്ഞ സാഹചര്യങ്ങളില്ലേ? സ്തോത്രം, നിലവിളിച്ച സാഹചര്യങ്ങളില്ലേ? സ്തോത്രം, അന്ന് മടങ്ങി വരുമെന്ന് ഒരിക്കലും ചിന്തിക്കാതിരുന്ന സാഹചര്യങ്ങളിൽ മടക്കി വരുത്തിയ കർത്താവിൻ്റെ സാന്നിധ്യവും അതേ ശക്തിയും ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യേ വെളിപ്പെടുന്നുണ്ടെന്നും, സ്തോത്രം, മടക്കി വരുത്തിയവൻ ഇനിയും മടക്കി വരുത്തുവാൻ മതിയായവനെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും. കാരണം മടക്കി വരുത്തുന്നവർക്കേ അതിൻ്റെ സന്തോഷം മനസ്സിലാകത്തുള്ളൂ. ആമേൻ. സ്തോത്രം. ഈ ഒരു കാര്യം വ്യക്തമായിട്ട്, കംഫോർട്ട് സോണിൽ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും വില മനസ്സിലാകത്തില്ല, അല്ലേ? ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടിൻ്റെ വില എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഈ അടിമത്വത്തിൽ അല്ലെങ്കിൽ പ്രവാസത്തിൽ കിടക്കുന്നവർക്ക് അതിൻ്റെ വേദന യഥാർത്ഥമായി മനസ്സിലാകത്തുള്ളൂ. അവരതിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ സ്തോത്രം, അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. സ്തോത്രം. ഈ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ പറയുകയാ, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പ് നിറഞ്ഞിരിക്കുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. അടുത്ത 3ാമത്തെ വാക്യം, യഹോവ ഞങ്ങളിൽ, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുക? സ്തോത്രം. യഹോവ വൻകാര്യങ്ങളെ ചെയ്തതുകൊണ്ട് സന്തോഷിക്കുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? സ്തോത്രം. നമ്മുടെ സന്തോഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്തതുകൊണ്ടാകണം. ആമേൻ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് ഇന്നും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവനാണ്. അവിടുത്തെ ശക്തി നമ്മുടെ മതി ഇന്നും വ്യാപരിക്കുന്നുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, സ്തോത്രം, ഇന്ന് വരെ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഞാൻ എപ്പോഴും പറയും, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം, ഇതൊന്ന് തീർന്നു പോകട്ടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തുമാത്രം ടെൻഷനിലൂടെ കടന്നു പോകുന്നറിയാമോ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉള്ളവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതിലൊന്ന് വേരിയേഷൻ വരട്ടെ. സ്തോത്രം. ടെൻഷൻ്റെ മുകളിൽ ടെൻഷനിലേക്ക് നമ്മൾ പോകും, ഉറക്കം നഷ്ടപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വ്യക്തമായിട്ട് പറയട്ടെ, സ്തോത്രം, നമ്മുടെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. സ്തോത്രം. ഒറ്റ കാര്യം പറയട്ടെ, ദൈവം നമുക്ക് നൽകുന്ന ഈ ആരോഗ്യത്തെ ഓർത്തുകൊണ്ട് എത്ര പേർക്കൊന്ന് ധൈര്യത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലവും ഇതിനകത്ത് കടന്നു വന്നിരിക്കുവാനും സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അവിടുന്ന് നമ്മുടെ ജീവിതത്തെ ചെയ്തിട്ടുള്ള, സ്തോത്രം, ഈ അത്ഭുത പ്രവൃത്തിയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ. ഓ ഹല്ലേലൂയ. എന്നിട്ട് ധൈര്യത്തോടെ പറ, യഹോവ എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. അവിടുന്ന് ചെയ്യുന്ന പ്രവർത്തികൾ വൻ കാര്യങ്ങളാ. അവിടുന്ന് എൻ്റെ ജീവിതത്തെ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ സന്തോഷിക്കുക. സ്തോത്രം. അവിടുന്ന് ചെയ്തിരിക്കുക. ഇനി അടുത്ത 4ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ എന്ത് ചെയ്യണം? സ്തോത്രം. അതിൻ്റെ അർത്ഥം, ഇനിയും ആളുകൾ ഞങ്ങളെ മടക്കി വരുത്തി, ഇനിയും ആളുകൾ എവിടെ കിടപ്പുണ്ട്? പ്രവാസത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ, BC 456 കാലഘട്ടത്തിലാണ് ആമേൻ. സ്തോത്രം. കോരശിൻ്റെ കൽപ്പന പ്രകാരം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 1,00,000 അല്ലെങ്കിൽ 50,000 വരുന്ന ജനം മടങ്ങി വന്നത്. അതിനുശേഷം BC 457 ആമേൻ എസ്രായുടെ നേതൃത്വത്തിൽ 1000 ചില്ലുവാൻ, ഏകദേശം 2000-നടുത്ത് 1700 മുകളിൽ ആമേൻ ജനം മടങ്ങി വരുവാനിടയായി. അതിനുശേഷമാണ് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ 3ാമത്തെ ഘട്ടത്തിൽ ജനം ആമേൻ മടങ്ങി വരുന്നത്. അപ്പോൾ അവർ ആമേൻ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ട് 2ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ എന്ത് ചെയ്യണമേ? മടക്കി വരുന്നത്. അപ്പം ഒരു കാലത്ത് അവരെ മടക്കി വരുത്തിയപ്പോൾ, സ്തോത്രം, ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെ കണ്ടപ്പോൾ അവർ ചിന്തിച്ചത് സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു. കാരണം ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. സ്തോത്രം. അതേപോലെ തന്നെ സ്തോത്രം, മറ്റ് പ്രിയപ്പെട്ടവരെയും മടക്കി വരുത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ എന്ത് ചെയ്യണം? സ്തോത്രം. ഈ തെക്കേ നാട്ടിലെ തോട് എന്ന് പറയുന്നത്
ഞാൻ സ്തോത്രം ആ ഭാഗം ഒന്ന് എടുത്ത് പരിശോധിക്കുവാനിടയായി തീർന്നു. നെഗേവ് എന്നറിയപ്പെടുന്ന ഒരു മരുഭൂമിയുണ്ട് ബെർഷേബയുടെ തെക്ക് ഭാഗത്ത്. ഇത് സ്തോത്രം നമ്മുടെ ഇവിടത്തേക്ക് പോലെ തന്നെ എപ്പോഴും ഉണങ്ങി കിടക്കുന്ന ഒരു പ്രത്യേക മരുഭൂമിയാണ്. ഈ മണലിൻ്റെ തിട്ടകൾ ഈ മരുഭൂമിയിലുണ്ട്, മണൽ തിട്ടകളുണ്ട്. ഇതെപ്പോഴും ഉണങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്തോത്രം എവിടെയെങ്കിലും ഒരു മഴ പെയ്താൽ ഈ മഴയിലെ വെള്ളം, ഈ മഴയ്ക്ക് ഒഴുകി വരുന്ന വെള്ളം നമുക്കറിയാം ഈ ദേശത്തെ പോലെ തന്നെ ഇത് ഭൂമിയിലേക്ക് ഇറങ്ങത്തില്ല. പകരം ഇതെല്ലാം കൂട്ടത്തോടെ പെട്ടെന്ന് ഒഴുകി വന്നിട്ട് ഈ തെക്കേ നാട്ടിലെ തോട് മുഴുവൻ അങ്ങ് നിറയും. ഈ നിറഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പം ആ ഒരർത്ഥത്തിൽ ഇവിടെ പറയുക, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ എന്ത് ചെയ്യണമേ, മടക്കി വരുത്തണമേ. സ്തോത്രം അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം ഞങ്ങളെ മടക്കി കൊണ്ടുവന്ന കർത്താവ് സ്തോത്രം ചില പ്രിയപ്പെട്ടവരും കൂടെ ഇതുപോലെയുണ്ട്. സ്വപ്നം കാണുന്ന തരത്തിൽ സ്തോത്രം അവിടുന്ന് ചെയ്യുന്ന വൻ കാര്യങ്ങൾ പോലെ തന്നെ ഈ പ്രിയപ്പെട്ടവരെയും ഒന്ന് മടക്കി വരുത്തണമേ എന്ന് പകൽക്കാലം സ്തോത്രം ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കുമൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം വൻ കാര്യങ്ങളെ ചെയ്ത കർത്താവ്, മടക്കി വരുത്തിയ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുകയാ. അതേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഒന്ന് മടക്കി വരുത്തണമേ. സ്തോത്രം, ഹല്ലേലൂയ. നനച്ചിരിക്കാത്ത നാഴികയിൽ, പ്രതീക്ഷിക്കാത്ത നാഴികയിൽ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നാഴികയിൽ ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ ജനത്തിന്റെ മധ്യേ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള വൻ കാര്യങ്ങളെ തന്റെ ജനത്തിന് വേണ്ടി ചെയ്ത് മടക്കി വരുത്തുവാൻ മതിയായ കർത്താവിനോട് പറയുക, ഒരു കാലത്ത് ഞങ്ങളെ മടക്കി വരുത്തിയ കർത്താവ് ഇനിയും മടക്കി വരുത്തണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതേ കാര്യം തന്നെ അവർ വീണ്ടും പ്രാർത്ഥിക്കുക. അതിൻ്റെ അർത്ഥം സ്തോത്രം അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടില്ല. അവർ ദൈവാലയത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടന്നു പോകുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് തെല്ലും കുറഞ്ഞു പോയിട്ടില്ല. അവർ പറയുക, ഒരിക്കൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവ് സ്തോത്രം ഇനിയും പ്രവർത്തിക്കുന്നവനാ. അവൻ ഒരിക്കൽ മടക്കി വരുത്തിയ കർത്താവ് ഇനിയും മടക്കി വരുത്തുവാൻ മതിയായവനാ. സ്തോത്രം. ഇനി അടുത്ത ഭാഗം, 5-ാമത്തെ ഭാഗം പറയാ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവര് ആർപ്പോടെ കഴിയും. ഈ മടങ്ങി വന്ന ഇവര് കാണുന്നൊരു കാഴ്ചയുണ്ട്. എന്താ കാഴ്ച എന്നറിയാമോ? ദേശം ഊഴാതെയും സ്തോത്രം ഉഴുതുമറിക്കാതെയും വിതയ്ക്കാതെയും ഒക്കെ കിടക്കുകയാണ്. മുന്തിരിവള്ളിയുടെ തല മുറിക്കാതെ മുഴുവൻ കാട് പിടിച്ചൊരു വല്ലാത്ത പരുവത്തിൽ ആയി കിടക്കുകയാണ്. ഇവർക്ക് സ്തോത്രം ഈ പ്രവാസം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് ഫലം അനുഭവിക്കുവാനോ ഭക്ഷിപ്പാൻ തക്കവണ്ണമുള്ള ഫലങ്ങളോ ഒന്നും ലഭിക്കാത്ത പ്രത്യേക സാഹചര്യത്തിൽ സ്തോത്രം ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഒരല്പം ധാന്യമുണ്ട്. ഈ ധാന്യം സ്തോത്രം ഇവർക്ക് വേണമെങ്കിൽ ഇവർക്ക് ആ ധാന്യം കൊണ്ട് ഭക്ഷണമുണ്ടാക്കി ഇവർക്ക് ഭക്ഷിക്കാം. അതല്ല എങ്കിൽ ഇവരുടെ തലമുറകൾക്ക് കൊടുക്കാം. എന്നാൽ ഇവരത് ചെയ്യാതെ കണ്ട് സ്തോത്രം ഇവർ ചിന്തിക്കുകയാ, അതെ നാളത്തേക്ക് ഞങ്ങൾക്കൊരു കൊയ്ത്തിന് വേണ്ടി, നാളെ ഞങ്ങൾക്ക് സ്തോത്രം ഫലപ്രാപ്തിക്ക് വേണ്ടി ഒരു വിതയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവിടെ സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുകയാ, കണ്ണുനീരോടെ വിതയ്ക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആർപ്പോടെ കൊയ്യുന്നൊരു മണ്ഡലത്തിലേക്ക് എന്നെ നയിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് മതിയായവന്. അത് എൻ്റെ കൈവശം അല്പമേ ഉള്ളൂ, എന്നാൽ അത് ഞാനൊന്ന് വിതയ്ക്കുകയാ. ഞങ്ങൾ എടുക്കാതെ അതൊന്ന് വിതയ്ക്കുവാൻ ഞാൻ തയ്യാറാകുകയാ. വിതയ്ക്കുമ്പോൾ ഒരു ഉറപ്പുണ്ട്, ആ വിതയ്ക്കൊരു പ്രതിഫലമുണ്ട്. സ്തോത്രം, ഞാൻ കാണുന്ന കാഴ്ചയ്ക്കപ്പുറമായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്ന ഞാൻ ഉറപ്പോടെ പറയാം, ആർപ്പോടെ കൊയ്യുവാനിടയായി തീരും. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇത് കാണുന്ന ശത്രുക്കള് നിരുത്സാഹപ്പെടുത്തും. ഇത് കാണുന്നവർക്ക് പറയും, സ്തോത്രം എന്തൊരു വലിയ മണ്ടത്തരമാ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുക, കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ സ്തോത്രം. ഈ വചനം സങ്കീർത്തനം പറയുന്നുണ്ട്, നമ്മളെപ്പോഴും ആശ്വസിക്കുന്ന ഒരു വാക്യമാ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സ്തോത്രം. ഈ
ഹൃദയ നുറുക്കമെന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. ആമേൻ. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ വലിപ്പം അറിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ ചില സാഹചര്യങ്ങളിൽ ചില പ്രിയപ്പെട്ടവരോട് ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കും, അല്ലെ? പ്രാർത്ഥിക്കുന്ന പ്രിയം, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇന്നലെ രാത്രിയിലും പ്രാർത്ഥനയുടെ ശക്തി മറ്റുള്ളവരെ പ്രാർത്ഥന ഏൽപ്പിച്ചിട്ട് നാം മാറിയിരിക്കുകയല്ല, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇത് ദുഷ്ടലോകമാണെന്ന് നമുക്കറിയാം. സ്തോത്രം. നമ്മുടെ തലമുറകൾക്ക് അറിയാം. അവർ ഈ ദുഷ്ടലോകത്തിലായിരിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കണം. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. ജോലി തിരക്കിൻ്റെ മധ്യത്തിൽ എനിക്ക് ജോലി തിരക്കാണെന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യരുത്? പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഈ ആരോഗ്യമില്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ആരോഗ്യത്തിന് നമുക്കെല്ലാവർക്കും അറിയാം, ആരോഗ്യത്തിന് ഒരു ശകലം ക്ഷതം സംഭവിച്ചാൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കേണ്ടി എന്ത് ചെയ്യും? വരും. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ഈ പറയുന്ന ആരും നമ്മളെ സ്വീകരിക്കത്തുമില്ല. സ്തോത്രം. ഇതിൻ്റെ എല്ലാം പിന്നിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യമായ ഏറ്റവും വലുത്. ആമേൻ. സ്തോത്രം. ആരോഗ്യമില്ലെങ്കിൽ ആ ജോലി സ്ഥലത്തേക്ക് ഒന്ന് ചെന്നാൽ ഇവർ നമ്മളെ എടുക്കത്തില്ല, തിരിച്ചു വിടും. ഉറപ്പല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന് നന്ദി പറയുന്നതിനോടൊപ്പം സ്തോത്രം പ്രാർത്ഥനയിൽ നാം അടുപ്പ് കാണിക്കാതെ സ്തോത്രം ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ ഒരല്പസമയമെങ്കിലും വേർതിരിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം, അതിൽ പരമാനുഗ്രഹം വേറെയില്ല. നമ്മുടെ കണ്ണുനീര് കാണുന്ന കർത്താവ്, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവന്. സ്തോത്രം. ആമേൻ. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് സ്തോത്രം ഒരു ഉറപ്പുണ്ട്. ഞാൻ നമ്മുടെ സഭയിലുള്ള മിക്ക ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ചില പ്രിയപ്പെട്ടവരൊക്കെ ചിലരെങ്കിലും പറയാറുണ്ട്, പാഷന്മാർക്ക് സമയമില്ല, പാഷന്മാർ ഭയങ്കര തിരക്ക്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ പകൽ സമയങ്ങളിൽ സ്തോത്രം നമ്മുടെ ഈ ഡയറക്ടർ ഇരിപ്പുണ്ട്, ഡയറക്ടർ എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കും. ചിലപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാക്യങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ട്, പ്രാർത്ഥിച്ച് കഴിഞ്ഞിടുന്നതാണ്. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് പറയട്ടെ, അങ്ങനെ സ്തോത്രം ദൈവമക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, സ്തോത്രം, ആ ദൈവമക്കളെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീരും. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി സമയാസമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ വെളിപ്പെടും. സ്തോത്രം. എന്നാൽ ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, ഈ പ്രാർത്ഥന സ്തോത്രം ഒരു ദൈവദാസനെയോ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയോ ഏൽപ്പിച്ചാട്ട് മാറി നിൽക്കാതെ നമുക്ക് വേണ്ടി നാം ഒന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. സ്തോത്രം. നമുക്ക് വേണ്ടി നാം ഒന്ന് മുട്ടിമേ നിൽക്കാൻ തയ്യാറാകണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ദാനിയേലിനെ സ്തോത്രം മറ്റൊരു ജാതീയ രാജ്യത്ത് പോലും പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് സ്തോത്രം തൻ്റെ ചെറുപ്രായത്തിലും താൻ ഉറച്ചു വിശ്വസിച്ചൊരു കാര്യമുണ്ട്, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ കഴിയുമെന്ന ഒരു ഉറപ്പ് ഇന്ന് പകൽക്കാലം പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവിന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുമെന്നോ സ്തോത്രം നാം വിശ്വസിക്കുന്നു. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് നമ്മുടെ തലങ്ങളെ മാറ്റുവാൻ കഴിയുമെന്നോ സ്തോത്രം നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത രീതിയിൽ നിമിഷ നേരം കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കഴിയുമെന്നോ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ വിതയ്ക്കുന്നവർ കണ്ണുനീരോടെ വിതയ്ക്കുക എന്നുള്ള പദപ്രയോഗം ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ. ഇവരുടെ കയ്യിൽ ധാന്യത്തിൻ്റെ ശേഷിപ്പ് ഇല്ലാതെ വരുന്നത് കൊണ്ടും സ്തോത്രം അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്നൊരു ചിന്തയോട് കൂടിയും
വിതച്ചാൽ ഫലം കിട്ടുമോ എന്ന ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടുമാണ് ഇവർ കണ്ണുനീരോടെ വിതയ്ക്കുന്നത്. ഇനി കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ എങ്ങോട്ടാണ് വിതയ്ക്കുന്നത് നമുക്കറിയാം. വിതച്ച് പിന്നോട്ടാണ് പോകുന്നത്. പക്ഷേ അവർക്കൊരു ഉറപ്പുണ്ട്, കണ്ണുനീരോടെ വിതച്ച് ഞാൻ പിന്നോട്ട് നീങ്ങിയാലും സ്തോത്രം അതിൻ്റെ ഒരു കൊയ്ത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ കാലഘട്ടം എനിക്ക് സ്തോത്രം മുന്നിൽ കിടപ്പുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എൻ്റെ കണ്ണുനീര് കാണുന്ന, സ്തോത്രം എൻ്റെ കണ്ണുനീരിന് മറുപടി നൽകുന്ന, എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ പറയുക, കണ്ണുനീരോടെ ഞാൻ വിതയ്ക്കുമ്പോൾ ആർപ്പോടെ കൊയ്യുവാനിടയാകും. സ്തോത്രം. ഇനി ഒന്നും കൂടെ ദൈവമക്കളോട് പറയട്ടെ, ഈ വിതയുടെ സമയമെന്ന് പറയുന്നത് സ്തോത്രം വിതച്ചതിന് ശേഷം വിതയുടെ സമയത്തിന് ശേഷം ഒരു കാത്തിരിപ്പുണ്ട് കേട്ടോ. ഈ കാത്തിരിപ്പ് ഏതൊരു ദൈവവേദലിനും ആവശ്യമാണ്. ഈ കാത്തിരിക്കുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ടവരെന്താ ചെയ്തതെന്ന് സ്തോത്രം നമുക്കൊന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നതേ ഉള്ളൂ. ഇവർ വീണ്ടും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കർത്താവേ സ്തോത്രം ഞങ്ങൾക്ക് ഒരു കൊയ്ത്തിൻ്റെ അനുഭവം അവിടുന്ന് തരണമേ. ഞങ്ങൾ ചെയ്യാനുള്ളൊരു ഞങ്ങൾ വിതച്ചു കഴിഞ്ഞു സ്തോത്രം, ഞങ്ങൾക്ക് കണ്ണുനീരിൻ്റെ അനുഭവമാണ് ഉള്ളത്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുക, ഒരു കൊയ്ത്തിൻ്റെ അനുഭവം അവിടുന്ന് തരുമ്പോൾ ഞങ്ങൾ ആർപ്പോടുകൂടെ കൊയ്യുവാനിടയായിത്തീരും. ഒന്നും ലഭിക്കുകയില്ല എന്ന് ചിന്തിച്ച മണ്ഡലങ്ങളെ കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നൊരു സുദിനമുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ധൈര്യത്തോടെ പറ, അത് ഞാൻ കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ ആർപ്പിന്റെ ഒരു അനുഭവം എന്റെ ജീവിതത്തിന്റെ തലങ്ങളിൽ നൽകി തരുവാൻ എന്റെ കർത്താവ് മതിയായവനത്രേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് അടയ്ക്കാം. ഹല്ലേലൂയ. വിതച്ചവൻ കാത്തിരിക്കുകയാ അതേ കൊയ്ത്തിന്റെ ഒരു അനുഭവത്തിന് വേണ്ടി. ഒരു കാലത്ത് സ്തോത്രം സ്വാതന്ത്ര്യമില്ലാതെ ഞെരുങ്ങി ഭാരപ്പെട്ട് വിഷമിച്ച് ആയിരുന്ന സാഹചര്യങ്ങളിൽ ഒരു വീണ്ടും സ്തോത്രം വരവ്, ഒരു മടങ്ങി വരവ് അവിടുന്ന് നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലവും ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, വിഷയങ്ങളുടെ മധ്യേ കണ്ണുനീരൊഴുക്കുന്ന, നെടുമ്പാട് വീടുന്ന ദൈവമക്കളോട് പറയട്ടെ, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ മടക്കി വരുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം മതിയായവനാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ധൈര്യത്തോടെ പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ഒരു നിമിഷം കൊണ്ട് സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ഹല്ലേലൂയ സ്തോത്രം രാജാവ് എഴുതിയ രേഖയെ സ്തോത്രം തിരുത്തി എഴുതുവാൻ ശക്തനായ എൻ്റെ കർത്താവിൻ്റെ കരം ഇന്ന് പകൽ അത് എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ഒരു സമയത്ത് മടക്കി വരുത്തിയെങ്കിൽ സ്വന്തം ശേഷിച്ച മടക്കി വരുത്തലിനെയും മടക്കി വരുത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. കണ്ണുകളെ അടച്ചൊരല്പസമയം സ്തോത്രം ചെയ്ത് വചനത്തെ ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരൊന്ന് ഏറ്റെടുക്കാമല്ലോ. ഞാൻ മടങ്ങി വന്നു. ഒരു കണ്ണുനീരിൻ്റെ ഒരു വിധയാണ് എനിക്കുള്ളത്. സ്തോത്രം. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നൊരു സുദിനമുണ്ട്. ഒരാർപ്പിൻ്റെ ഒരു സുദിനമുണ്ട്. ആർപ്പിൻ്റെ ഒരു ദിവസമുണ്ട്. സ്തോത്രം. കണ്ണുനീരും മാറുന്നൊരു ദിവസമുണ്ട്. എൻ്റെ ഭാരങ്ങൾ മാറുന്നൊരു ദിവസമുണ്ട്. സ്തോത്രം. ഈ ഭാഗത്തെ സ്തോത്രം പുതിയ നിയമ നമ്മുടെ യെരുശലേമിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെടുത്തി പറയട്ടെ. ഈ മരുഭൂമി യാത്ര കഷ്ടതകളുടെ യാത്രയാ. ഈ മരുഭൂമി യാത്ര വേദനകളുടെ യാത്രയാ. സ്തോത്രം. നമ്മുടെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മെ കൊണ്ടുപോകുവാൻ മടങ്ങി വരുന്നൊരു സമയമുണ്ട്. സ്തോത്രം. മടങ്ങി വരുന്നൊരു സമയമുണ്ട്. സ്തോത്രം. ഇതുവരെ വിതച്ചതിന് ഒരു പ്രതിഫലം നൽകുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ കണ്ണുനീരിന് മറുപടി നൽകുന്ന ഒരു സമയമുണ്ട്. ഒരാർപ്പിന്റെ സമയമുണ്ട്. ഒരു ഉദ്ദേശത്തോടെ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഒരു കാലത്ത് ഞങ്ങളെ മടക്കി വരുത്തിയെങ്കിൽ, ഞങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അവിടുന്ന് മാറ്റം വരുത്തിയെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന ഹൃദയവേദനയോടെ ഹൃദയ നുറുക്കത്തോടായിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യേ പ്രവർത്തിക്കുവാൻ അവിടുന്ന് മതിയായവനാ. മടക്കി വരുത്തുവാൻ അവിടുന്ന് മതിയായവനാ. അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുകയാ, അങ്ങേ ഞങ്ങൾ സേവിക്കുകയാ. കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് അവിടുത്തെ ജനത്തെ ഏൽപ്പിച്ചു തരികയാ. കർത്താവെ സ്തോത്രം. മടക്കി വരുത്തുന്നവൻ അവൻ ഇനിയും മടക്കി വരുത്തുവാൻ മതിയായവനാ. ഒരു കരമശഭ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർക്ക്
ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കറ്റ ചുമന്നു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. സ്വപ്നം കാണുന്നത് പോലെ വൻ കാര്യങ്ങളെ ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലവും ആ സന്തോഷത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് പറയട്ടെ, അവൻ ഒരു കൂട്ടരെ മടക്കി വരുത്തിയപ്പോൾ സ്തോത്രം ഈ ജനം പറയും, അതേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്കതുകൊണ്ടൊരു ഉറപ്പുണ്ട്. സ്തോത്രം. ഇനിയും പ്രവാസത്തിലുള്ളവരെ മടക്കി വരുത്തുവാൻ അവിടുന്ന് മതിയായവനാ. സ്തോത്രം. ഞങ്ങൾ കരഞ്ഞുകൊണ്ട് വിതയ്ക്കുമ്പോൾ ആർപ്പോടുള്ളൊരു കൊയ്ത്ത് തരുവാൻ അവിടുന്ന് മതിയായവനാ. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്കിനി സങ്കടത്തിൻ്റെ ആവശ്യമില്ല. ഒരു സന്തോഷത്തിൻ്റെ സുപ്രഭാതം പൊട്ടിവിരിയുന്ന ദിവസം ഞങ്ങളുടെ മുൻപിലുണ്ട്. അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കർത്താവേ, ഇന്ന് പകൽ വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കുന്ന അവിടുത്തെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു തരുവാൻ, ഒരു മടങ്ങി വരവ് ഞങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ അവിടുന്ന് മതിയായവനാകിയാൽ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയെ പ്രാർത്ഥിച്ചപ്പോൾ സ്വപ്നം കാണുന്നത് പോലെ ചിന്തിക്കാത്ത നനയ്ക്കാത്ത മണ്ഡലങ്ങളിൽ അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവർത്തികൾക്കായി വൻ കാര്യങ്ങൾക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ദൈവമേ, അതേ കർത്താവ് ഇനിയും ചെയ്യുവാൻ മതിയായവനെന്ന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ദൈവജനത്തെ ഏൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും സമർപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കർത്താവെ പ്രത്യാശയോടെ നിർത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരും കൂടെ മുമ്പോട്ട് കടന്നു വരണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.